ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഈ സ്ഥലത്തെ പറ്റി അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇത് ഏതാ സ്ഥലമൊന്നും. ഇന്ന് ചെറിയൊരു ഫിഷിംഗ് വീഡിയോ ആണേ. ഇന്ന് ഞാനുണ്ട്, ഞങ്ങൾ 2-3 ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്. അവരൊക്കെ വരാനായിട്ടേ ഉള്ളൂ. ഞാൻ ആദ്യമേ തന്നെ എത്തിയേ. ഇതാന്നേ പോകുന്ന വഴി. ചെറിയൊരു ഈഡൻ സ്പോട്ടാന്നേ ഇത്. റോഡും റെയിലും ബൈറ്റൊക്കെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ കടൽ കണ്ടാൽ മതി ചൂണ്ടയിടാനായിട്ട്. വന്നുടനെ എല്ലാം കൊരുത്തു ഏറ് തുടങ്ങിയിട്ടുണ്ടേ. ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഓരോ മീനൊക്കെ കടിക്കുന്നത്. ഈ ഒറ്റയ്ക്കുള്ള ഫിഷിങ് കുറച്ച് ഡേഞ്ചറാണേ, പ്രത്യേകിച്ച് കടലിൽ പോകുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇത് നമ്മൾ ഇട്ടേക്കുന്ന ബെയ്റ്റ് എന്ന് പറഞ്ഞാൽ ചാളയാണേ, മക്രോണി ചാള. സാധാരണ ലൈവ് കൊഞ്ചാണ് ഇടൽ, ലൈവ് കിട്ടിയില്ല, അതുകൊണ്ട് മക്രോണി ചാള ആക്കാമെന്ന് കരുതിയേ. നമ്മൾ ഒറ്റയ്ക്ക് ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞേട്ടോ, ഇതുവരെ മീനൊന്നും കിട്ടിയിട്ടില്ലേ. നമ്മുടെ ചങ്ങായിമാരെ എത്തിയിട്ടുണ്ട് കേട്ടോ. വന്നുടനെ അവർ തുടങ്ങിയിട്ടുണ്ട് പരിപാടി. ബൈറ്റായിട്ടിട്ടേക്കണ ചാള മൊത്തത്തിലാണ് കേട്ടോ ഞങ്ങൾ ഇടൽ. അത് പ്രത്യേകിച്ച് കടലായതുകൊണ്ട് കട്ട് ചെയ്തിട്ടിട്ട് കാര്യമില്ല, തിരയടിക്കുമ്പോൾ അത് ഇല്ലാണ്ടായി പോകും. അതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ടാണ് ഇടുന്നത്. അധികം സൈസുള്ള മീൻ ഞങ്ങൾ എടുക്കാറില്ല ബൈറ്റായിട്ട് ഇടാൻ. നോർമൽ സൈസുള്ള സാധനമാണ് എടുത്തേക്കുന്നത്. ഇപ്പം തന്നെ ഒരുപാട് സമയം ഇങ്ങനെ പിറ്റിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു മീനൊന്നും അടിച്ചിട്ടില്ല. ഇപ്പം കാണാൻ പോകുന്നത് നമ്മുടെ ഒരു ഏട്ടായിയാണേ, തലമൂത്തപ്പൻ എന്നൊക്കെ പറയും. നമ്മളെ നയിക്കുന്ന ഇദ്ദേഹമാണേ. നമ്മുടെ കൂട്ടുകാർ വന്ന പാടെ തന്നെ അവരെ റോഡ് റീലൊക്കെ മേടിച്ച് ഞാനൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കുന്നതാണേ. എന്നും നമ്മുടെ സ്വന്തം റോഡ് റീലല്ലേ യൂസ് ആക്കുന്നത്. ഇന്നൊന്ന് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മേടിച്ചതാണേ. സംഗതി കൊള്ളാം, നല്ല രസമൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ സ്വന്തം റോഡ് റീലും പോലെ ആവുന്നില്ല, അതുകൊണ്ട് തിരിച്ചു കൊടുത്തു കേട്ടോ. എന്തായാലും മീനടിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമ്മുടെ ഈ നിപ്പ്. ഒരുപാട് മണിക്കൂറുകൾ ഇങ്ങനെ പിന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. അതിൻ്റെ ഇടയിൽ ഒരാൾ ബോട്ടുമായിട്ട് വരുന്നതേ. കാണാൻ എന്ത് രസമാണെന്ന് നോക്കിയേ. നേരെ വന്നുകൊണ്ടിരുന്ന ബോട്ടാണ് സൈഡ് തിരിഞ്ഞ് പോകുന്നത് കണ്ടോ. അവിടെ ഒരു ചെറിയൊരു ചുഴി കണക്കുന്നൊരു സംഗതി കണ്ടോ. അവിടെ ഒരു വലിയൊരു ബോട്ട് അപകടത്തിൽപ്പെട്ടിട്ട് അവിടെ ഒരു കിടപ്പുണ്ട് കേട്ടോ. അത് അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അതിനകത്ത് തന്നെ ഉണ്ട്. അതിന് ചുറ്റിപ്പറ്റിയ ഈ മീനുകളൊക്കെ കാണുന്നത്. ആ മീനെ പിടിക്കാനായിട്ടോ നമ്മൾ വന്നത്. അപ്പോൾ നമ്മുടെ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഒരു മീൻ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടേ. കലക്കം സ്ട്രൈക്കായിരുന്നു കേട്ടോ അത്. മീൻ വലിച്ചു കയറ്റുന്ന വീഡിയോ ഒന്നും കിട്ടിയില്ല. മീൻ നമ്മൾ കരയിലെത്തിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. മീൻ കിട്ടുന്ന ആവേശത്തിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. എന്തായാലും ഇതാ കാണും, ഇതാണ് നമ്മുടെ ഹമൂർ, സാക്ഷാൽ ഹമൂർ. 1 കിലോയോളം എന്തായാലും തൂക്കം വരും. നമുക്ക് 2 മീൻ മൊത്തം കിട്ടിയിട്ടുണ്ട്. വെയിലടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ മണ്ണിൽ ഇങ്ങനെ കുതച്ച് വയ്ക്കുന്നത്. ജീവനുണ്ട് കേട്ടോ, മരിച്ചിട്ടില്ല. ഹെവി സൈസൊന്നും അല്ലെങ്കിലും അത്യാവശ്യം സൈസുള്ള 2 മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചെക്കന്മാരെയൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. കടലിട്ട് തന്നെ കഴുകിയിട്ടുണ്ടേ, നോക്കിയേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ കാസ്റ്റിങ്ങിൽ കിട്ടിയ റിസൾട്ട്. ഏകദേശം ഒരു 5-5.5 മണിക്കൂറത്തെ കഷ്ടപ്പാടാണ് ഈ 2 മീൻ. എങ്ങനെയുണ്ട്? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നമ്മളെ കൂടി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.